പോയ വാരത്തിൽ കേരളത്തിലെ മുഖ്യധാര മാധ്യമങ്ങൾ കണ്ടില്ലെന്ന് നടിക്കുകയും ചർച്ചയാകാതെ പോവുകയും ചെയ്ത വിഷയങ്ങളും സംഭവങ്ങളും പരിശോധിക്കുകയാണ് ഫോർഗോട്ടൻ ഫോക്കസ്. അയോധ്യയിലെ പ്രാണപ്രതിഷ്ഠയ്ക്ക് 1 വർഷം. നൂറ്റാണ്ടുകളുടെ കാത്തിരിപ്പിന് വിരാമമിട്ട് സ്വാഭിമാനം വീണ്ടെടുത്ത അയോധ്യയിലെ രാമക്ഷേത്രത്തിലെ പ്രാണപ്രതിഷ്ഠയ്ക്ക് ജനുവരി 22-ന് 1 വർഷം പൂർത്തിയായി. BJPയുടെയും നരേന്ദ്രമോദി സർക്കാരിന്റെയും ഇച്ഛാശക്തിയുടെ വിജയമാണിത്. രാജ്യത്തിന്റെ പൈതൃകവും സംസ്കാരവും വീണ്ടെടുക്കുന്നതിൽ വലിയ പരിഗണനയാണ് നരേന്ദ്രമോദി സർക്കാർ നൽകി വരുന്നത്. കഴിഞ്ഞ വർഷം നടന്ന പ്രാണപ്രതിഷ്ഠാ ചടങ്ങുകൾക്ക് പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിജിയാണ് നേതൃത്വം നൽകിയത്. ദേവഭൂമി ദ്വാരകയെ കയ്യേറ്റമുക്തമാക്കി ഗുജറാത്ത് സർക്കാർ. അനധികൃതമായി നിർമ്മിച്ച മുസ്ലിം പള്ളികൾ ഉൾപ്പെടെയുള്ള 36 നിർമ്മിതികൾ പൊളിച്ചു കളഞ്ഞ് പടിഞ്ഞാറൻ ഗുജറാത്തിൽ സ്ഥിതി ചെയ്യുന്ന ദ്വാരക നഗരത്തെ കയ്യേറ്റമുക്തമാക്കി ഗുജറാത്തിലെ BJP സർക്കാർ. 7 ദ്വീപുകളിലായുള്ള കയ്യേറ്റമാണ് ഒഴിപ്പിച്ചത്. ജില്ലാ ഭരണകൂടത്തിന്റെയും പോലീസിന്റെയും നേതൃത്വത്തിലായിരുന്നു ഒഴിപ്പിക്കൽ. പ്രദേശം 100% കയ്യേറ്റമുക്തമായതായി ഗുജറാത്ത് ആഭ്യന്തരമന്ത്രി ഹർഷ് സാംഗ്വി പറഞ്ഞു. സംസ്കാരവും പൈതൃകവും സംരക്ഷിക്കുന്നതിന്റെ ഭാഗമായി നടത്തിയ ഇടപെടലിനെ അദ്ദേഹം അഭിനന്ദിക്കുകയും ചെയ്തു. പ്രശംസ പിടിച്ചുപറ്റി കുംഭമേളയിലെ ദുരന്ത പ്രതിരോധ പ്രവർത്തനം. കുംഭമേളയിൽ ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിച്ചുണ്ടായ തീപിടുത്തം മലയാള മാധ്യമങ്ങൾ ആവേശത്തോടെ റിപ്പോർട്ട് ചെയ്തിരുന്നു. എന്നാൽ ആളപായങ്ങളൊന്നുമില്ലാതെ ദ്രുതഗതിയിൽ തീയണച്ച പ്രവർത്തനത്തെ അവർ കണ്ടില്ലെന്ന് നടിച്ചു. കോടിക്കണക്കിന് ആളുകൾ പങ്കെടുക്കുന്ന കുംഭമേളയ്ക്ക് മികച്ച ക്രമീകരണങ്ങളും സുരക്ഷയുമാണ് BJP സർക്കാർ ഒരുക്കിയിരിക്കുന്നത്. മികച്ച അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കിയും AI പോലെയുള്ള സാങ്കേതിക വിദ്യ ഉപയോഗിച്ചും തീർത്ഥാടനം സുഗമമാക്കി. 102 മില്യൺ ആളുകൾ ഇതിനോടകം കുംഭമേളയിൽ പുണ്യസ്നാനം ചെയ്തുവെന്നാണ് കണക്ക്. ശബരിമല പോലെ ഇന്ത്യ സർക്കാർ ഭരിക്കുന്ന ഇടങ്ങളിൽ തീർത്ഥാടനം ദുഷ്കരമാകുമ്പോൾ കോടിക്കണക്കിന് ആളുകൾ എത്തുന്ന തീർത്ഥാടനം എങ്ങനെ മികച്ചതാക്കാം എന്നതിന്റെ മാതൃകയായി മാറുകയാണ് കുംഭമേളയുടെ ക്രമീകരണങ്ങൾ. ഭാരതത്തിന്റെ സ്വന്തം മൈക്രോ മിസൈൽ ഭാർഗവാസ്ത്രയുടെ പരീക്ഷണം വിജയം. ഭാരതം തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത ഡ്രോൺ പ്രതിരോധ സംവിധാനം ഭാർഗവാസ്ത്രയുടെ പരീക്ഷണം വിജയിച്ചു. 6 കിലോമീറ്ററിലധികം അകലെയുള്ള ചെറിയ ഡ്രോണുകളെ കണ്ടെത്തി ഗൈഡഡ് മൈക്രോ മ്യൂണിഷനുകൾ ഉപയോഗിച്ച് അവയെ നിഷ്ക്രിയമാക്കാൻ ഭാർഗവാസ്ത്രയ്ക്ക് കഴിയും. ഒരേ സമയം 64-ലധികം മൈക്രോ മിസൈലുകളാണ് വിക്ഷേപിക്കാനാവുക. സൈന്യത്തിനു വേണ്ടി വികസിപ്പിച്ചെടുത്ത ഈ ഭാർഗവാസ്ത്രയ്ക്ക് 2.5 കിലോമീറ്ററിനുള്ളിൽ സുരക്ഷാ വെല്ലുവിളി ഉയർത്തുന്ന ഡ്രോൺ ആക്രമണത്തെ ഫലപ്രദമായി നേരിടാൻ സാധിക്കും. ഭാരതത്തെ സാമ്പത്തികമായി തകർക്കാൻ ശ്രമിച്ച ഹിൻഡൻബർഗിന് പൂട്ടുവീണു. ഓഹരി വിപണിയെ തകർത്ത് ഭാരതത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ അസ്ഥിരപ്പെടുത്താൻ ശ്രമിച്ച ഹിൻഡൻബർഗ് ഓഫീസിന് പൂട്ടുവീണു. വൈദേശിക ശക്തികളുടെ പിന്തുണയിൽ ഭാരതത്തെ അസ്ഥിരപ്പെടുത്താൻ ഹിൻഡൻബർഗ് നിരന്തരം ശ്രമിച്ചിരുന്നു. ഭാരതവിരുദ്ധനായ ജോർജ് സോറോസിന്റെ ഉൾപ്പെടെ പിന്തുണ ഹിൻഡൻബർഗിനുണ്ടായിരുന്നു. ഇത് പുറത്തുകൊണ്ടുവരുന്ന വ്യാജ റിപ്പോർട്ടുകൾ ഉയർത്തി പാർലമെന്റ് തടസ്സപ്പെടുത്തുന്നത് സ്ഥിരമാക്കിയവരാണ് രാഹുൽ ഗാന്ധിയും ഇന്ത്യ സഖ്യവും. ഓഹരി വിപണിയിൽ പ്രതിസന്ധി സൃഷ്ടിച്ച് ഭാരതത്തിന്റെ സമ്പദ് വ്യവസ്ഥ തകർക്കുകയായിരുന്നു അവരുടെ ലക്ഷ്യം. മോദി സർക്കാരിന്റെ കൃത്യമായ നടപടികളിൽ അവരുടെ ഉദ്ദേശം പരാജയപ്പെടുകയായിരുന്നു. പെൺമക്കളുടെ സുരക്ഷിതത്വം ഉറപ്പാക്കിയ ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ പദ്ധതിക്ക് 10 വർഷം. 1ാം മോദി സർക്കാരിന്റെ സുപ്രധാനമായ തീരുമാനങ്ങളിൽ ഒന്നായിരുന്നു പെൺകുട്ടികളുടെ സംരക്ഷണവും വിദ്യാഭ്യാസവും ഉറപ്പുവരുത്തുന്ന ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ പദ്ധതി. പെൺഭ്രൂണ ഹത്യകൾ ഇല്ലാതാക്കിയും പെൺകുട്ടികൾക്ക് സാമ്പത്തിക സുരക്ഷിതത്വവും വിദ്യാഭ്യാസവും ഉറപ്പാക്കിയും പദ്ധതി മുന്നേറുകയാണ്. രാജ്യത്ത് ലിംഗാനുപാതം വർദ്ധിക്കാനും വിദ്യാഭ്യാസ രംഗത്ത് പെൺകുട്ടികൾക്ക് മുന്നേറാനും പദ്ധതി സഹായിച്ചുവെന്നാണ് ഓരോ കണക്കുകളും വ്യക്തമാക്കുന്നത്. പെൺമക്കൾ ബാധ്യതയാണെന്ന സാമൂഹിക ബോധം മാറ്റിയെടുക്കുകയെന്ന വലിയ ദൗത്യം വിജയിപ്പിക്കാൻ ബേട്ടി ബച്ചാവോ ബേട്ടി പഠാവോ പദ്ധതിക്ക് സാധിച്ചു. ചേരി നിവാസികൾക്ക് വീടിന്റെ സുരക്ഷിതത്വം നൽകി നരേന്ദ്രമോദി സർക്കാർ. ഡൽഹിയിലെ ചേരി നിവാസികൾക്ക് സ്വാഭിമാൻ ഫ്ളാറ്റുകളുടെ താക്കോൽ കൈമാറി പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി. 70 വർഷം നീണ്ടുനിന്ന കോൺഗ്രസ് ഭരണകാലഘട്ടത്തിൽ അടച്ചുറപ്പുള്ള വീടെന്നത് ഡൽഹിയിലെ ചേരി നിവാസികൾക്ക് പലപ്പോഴും നടക്കാത്തൊരു സ്വപ്നമായിരുന്നു. ചേരി നിവാസികൾക്ക് പുനരധിവാസത്തിന് പ്രത്യേക പദ്ധതി തയ്യാറാക്കിയ പ്രധാനമന്ത്രി നരേന്ദ്രമോദിജി അവരെ അടച്ചുറപ്പുള്ള വീടിന്റെ സുരക്ഷിതത്വത്തിലേക്ക് കൈപ്പിടിച്ചുയർത്തുകയായിരുന്നു. 1715 സ്വാഭിമാൻ ഫ്ളാറ്റുകളുടെ താക്കോൽ ദാനമാണ് നരേന്ദ്രമോദിജി നിർവഹിച്ചത്. വീടിന്റെ സുരക്ഷിതത്വത്തിൽ അവരുടെ ജീവിത സാഹചര്യങ്ങൾ കൂടിയാണ് ഇനി മാറാൻ പോകുന്നത്. സൈന്യത്തിന്റെ രഹസ്യാത്മകത നിലനിർത്താൻ സംഭവ് മൊബൈൽ ഫോണുകൾ. സൈന്യത്തിന്റെ ആശയവിനിമയത്തിന് രഹസ്യാത്മകത ഉറപ്പാക്കാൻ സംഭവ് മൊബൈലുകൾ അവതരിപ്പിച്ച് നരേന്ദ്രമോദി സർക്കാർ. പൂർണ്ണമായും തദ്ദേശീയമായി വികസിപ്പിച്ചെടുത്ത ഈ ഫോണിൽ ഒരു തരത്തിലുമുള്ള ഡാറ്റ ചോർച്ചയ്ക്കും ഇടമില്ല എന്നതാണ് പ്രത്യേകത. മുൻപ് വാട്സാപ്പ് പോലുള്ള മാധ്യമങ്ങൾക്ക് വിവരങ്ങളുടെ സുരക്ഷ ഉറപ്പാക്കുന്ന
നടക്കുന്നതിൽ പരിമിതി ഉണ്ടായിരുന്നു. ഈ പരിമിതികളെ മറികടക്കുകയാണ് സംഭവ്. 2024 ഒക്ടോബറിൽ ചൈനയുമായി നടന്ന അതിർത്തി ചർച്ചയിലാണ് സംഭവ് ആദ്യമായി ഇന്ത്യൻ സൈന്യം ഉപയോഗിച്ചത്. തന്ത്രപ്രധാനമായ വിവരങ്ങളും രേഖകളും ആർമി ഉദ്യോഗസ്ഥർക്ക് പരസ്പരം കൈമാറാനുള്ള പ്രത്യേക ആപ്ലിക്കേഷനുകൾ ഈ ഫോണിലുണ്ട്. സൈന്യത്തിന്റെ സുരക്ഷയും രഹസ്യാത്മകതയും നിലനിർത്തുന്നതിൽ നരേന്ദ്രമോദി സർക്കാർ പ്രതിജ്ഞാബദ്ധമാണ്. ISROയുടെ സ്പേസ് ഡോക്കിംഗ് പരീക്ഷണം വിജയം. 2 ഉപഗ്രഹങ്ങൾ ബഹിരാകാശത്ത് വച്ച് കൂട്ടിയോജിപ്പിക്കുന്ന ഡോക്കിംഗ് സാങ്കേതികവിദ്യ സ്വായത്തമാക്കി ഭാരതം. ഇതോടെ റഷ്യ, US, ചൈന എന്നിവർക്ക് പിന്നാലെ ഡോക്കിംഗ് സാങ്കേതികവിദ്യ കൈവരിക്കുന്ന 4ാമത്തെ രാജ്യമായി ഭാരതം മാറി. ബഹിരാകാശ നിലയം, ഗഗൻയാൻ, ചന്ദ്രയാൻ 4 തുടങ്ങി രാജ്യത്തിന്റെ ഭാവി ബഹിരാകാശ ദൗത്യങ്ങളിൽ നിർണായകമാണ് സ്പേസ് ഡോക്കിംഗ്. മോദി സർക്കാരിന് കീഴിൽ ഒന്നിനു പിറകെ ഒന്നായി വലിയ മുന്നേറ്റങ്ങൾക്കാണ് ഭാരതത്തിന്റെ ബഹിരാകാശ മേഖല സാക്ഷ്യം വഹിക്കുന്നത്. ഭാരതത്തിന്റെ ആദ്യ അണ്ടർ സീ ടണൽ നിർമ്മാണം അവസാന ഘട്ടത്തിൽ. മുംബൈ അഹമ്മദാബാദ് ബുള്ളറ്റ് ട്രെയിൻ പ്രൊജക്ടിന്റെ ഭാഗമായ കടലിനടിയിലൂടെയുള്ള ടണലിന്റെ നിർമ്മാണം പുരോഗമിക്കുന്നു. കടലിനടിയിലൂടെ 7 കിലോമീറ്ററാണ് ടണലിന്റെ നീളം. 250 കിലോമീറ്റർ വരെ വേഗത്തിൽ ബുള്ളറ്റ് ട്രെയിനുകൾ ഇതുവഴി പാഞ്ഞുപോകും. കേന്ദ്രമന്ത്രി ശ്രീ അശ്വിനി വൈഷ്ണവ് നിർമ്മാണ സ്ഥലത്തെത്തി പുരോഗതി വിലയിരുത്തി. രാജ്യത്തിന്റെ ഗതാഗത മേഖലയിൽ വലിയ വിപ്ലവം സൃഷ്ടിക്കുന്ന പദ്ധതിയായിരിക്കും ഇത്. നരേന്ദ്രമോദി സർക്കാരിന് കീഴിൽ രാജ്യം വലിയ രീതിയിലുള്ള അടിസ്ഥാന സൗകര്യ വികസനത്തിനാണ് സാക്ഷ്യം വഹിക്കുന്നത്.